മുതലമടയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ വിദ്യാർത്ഥിനിയുടെയും യുവാവിന്റെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി സംസ്കരിച്ചു. പാലക്കാട് മുതലമടയിൽ 7 കിലോമീറ്റർ അകലത്തിൽ 15-കാരിയെയും ബന്ധുവായ 23-കാരനെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വ്യാഴാഴ്ച വൈകിട്ടോടെയാണ്. 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതിനായുള്ള സ്റ്റഡി ലീവിനിടെയാണ് പത്തിച്ചിറ സ്വദേശിനി അർച്ചനയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അർച്ചനയുടെ അമ്മയുടെ സഹോദരന്റെ മകനാണ് കൊട്ടപ്പള്ളം സ്വദേശിയായ ഗിരീഷ്. പെൺകുട്ടിയെ പത്തിച്ചിറയിലെ വീട്ടിനുള്ളിലും യുവാവിനെ ചുള്ളിയാർ ഡാമിനു സമീപത്തെ തോട്ടത്തിലുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അർച്ചനയുടെ ബന്ധുക്കൾ പറയുന്നതനുസരിച്ച് അർച്ചനയോട് പലതവണ ഗിരീഷ് വിവാഹാഭ്യർത്ഥന നടത്തിയിരുന്നു. എന്നാൽ അത്തരമൊരു ബന്ധത്തിൽ അർച്ചനയോ കുടുംബമോ താൽപര്യം കാണിച്ചിരുന്നില്ല. മാത്രമല്ല പലതവണ ഇതിനെതിരെ മുന്നറിയിപ്പും നൽകിയിരുന്നു. അർച്ചന പോലീസിലും പരാതി നൽകിയിരുന്നതായും പോലീസ് ഗിരീഷിനെ താക്കീത് ചെയ്തിരുന്നതുമായാണ് വിവരം. അർച്ചനയുടെ അച്ഛൻ അയ്യപ്പനും അമ്മ കല്യാണിയും ജോലിക്ക് പോയതായിരുന്നു. ഇരുവരും വീട്ടിലില്ലാതിരുന്ന സമയത്ത് ഗിരീഷ് വന്നിട്ടു പോയെന്നാണ് അറിയുന്നത്. സംഭവ ദിവസം ഉച്ചയ്ക്ക് 2 മണിയോടെ ഗിരീഷിനെ അർച്ചനയുടെ വീടിന്റെ പരിസരത്ത് കണ്ടവരുണ്ട്. അമ്മ 4 മണി കഴിഞ്ഞ് വന്നപ്പോഴാണ് വാതിലിനോട് ചേർന്ന് അർച്ചനയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. ആങ്ങള പെങ്ങൾ മക്കളായതിനാൽ തന്നെയാണ് അർച്ചനയുടെ ബന്ധുക്കൾ ഈ ബന്ധത്തെ എതിർത്തത്. അർച്ചനയ്ക്കും അമ്മ കല്യാണിക്കും ഗിരീഷിനെ ഒട്ടും താൽപ്പര്യമില്ലായിരുന്നുവെന്നാണ് വിവരം. ഗിരീഷ് വീട്ടിൽ വന്നപ്പോൾ അർച്ചനയെ അപായപ്പെടുത്തിയെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. അർച്ചനയുടെ മൃതദേഹം മുട്ടിൽ നിൽക്കുന്ന നിലയിലായിരുന്നുവെന്നും വസ്ത്രങ്ങൾ വലിച്ചു കീറിയിരുന്നുവെന്നും പ്രദേശവാസികൾ പറയുന്നു. പെൺകുട്ടിയുടേത് തൂങ്ങി മരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി വീടുകളിൽ എത്തിച്ചപ്പോൾ വൈകാരിക രംഗങ്ങൾക്കാണ് നാട് സാക്ഷിയായത്.